والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الحمد لله رب العالمين وما علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافي مزيدا. اللهم أوصل بلغ مثل ثواب ما قرأناه وما صلينا وما سلمناه هذه هدية واصلة ورحمة عزلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مكانا محمودا الذي وعدته وارزقنا شفاعة يوم القيامة. إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تغرنا رؤيته وحولنا حول المورود. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام والذكر والتلاوة القرآن. رحم الراحم ربي ഖബറിന്റെ അടുത്ത് വെച്ച് റബ്ബേ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മാരി ഞങ്ങളെ മൂത്തമ്മാരിയുടെ അന്ത്യവിശ്രമങ്ങൾ ഒരുപാട് സാദാത്യങ്ങളുണ്ട്, ഒരുപാട് മറ്റുള്ള ഒരുപാട് പൈതായ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എല്ലാവരുടെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബിന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെ മക്കളെ ഖബറുകളെ ഇവിടെ സ്ഥിതിച്ച ഒറ്റ കാരണം കൊണ്ട് ഇവിടെ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളെ പേര് മക്കൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഖബറിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഒരു വിഷമവും നീ കൊടുക്കല്ല റബ്ബേ. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഖബർ സ്ഥലം ഒരുപാട് പേര് വിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു ഖബറിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ നീ ഇറക്കി കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മത്തിന്റെ മാലാഖമാരെ എല്ലാവരും ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഖബറിൽ സമാധാനം നൽകണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കളെ കൂട്ടുകാരായി കൂട്ടുകാർക്ക് കൊടുക്കണേ അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്. ആതിനാ ഫിദ് ദുനിയ സദവൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തുണ്ടാകും. എല്ലാ വെള്ളിയാഴ്ചയും ഒരു 10-15 ആളുകൾ ആമീൻ പറയണ്ട. അല്ലാഹു ഈ ഉമ്മാന്റെ മൂത്തമ്മാന്റെ ഒക്കെ ബർക്കത്ത് അല്ലാഹു നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് അല്ലാഹു നൽകട്ടെ. എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉമ്മാന്റെയും മൂത്തമ്മരെ കൂടെ എല്ലാം സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു എല്ലാ നൂറെ ഹബീബിന്റെ മുത്തുമണി വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.